വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം അവിടെ ഞങ്ങൾക്ക് ദാനമായി നൽകി അത്ഭുതകരമായി അതിശയകരമായി നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുവാൻ, പാടുവാൻ, ആരാധിക്കുവാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ എണ്ണത്തിൽ ആരും കുറയാതെ കണ്ട് എല്ലാവരെയും അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വിടുതലിന്റെ സാക്ഷ്യവുമായി, വിടുതലിന്റെ സന്ദേശവുമായി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെ സഹായിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രി നിങ്ങളുടെ ബലമുള്ള കരങ്ങളിൽ സമ്പൂർണമായി താഴ്ത്തി സമർപ്പിക്കുകയാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനവുമായി ഇന്ന് രാത്രി ഈ ലൈവിലൂടെ ആമേൻ ശുശ്രൂഷിക്കുമ്പോൾ ചില രോഗികൾ സൗഖ്യമാകുവാൻ, പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ഇന്ന് രാത്രി ചലിപ്പാൻ ഇടയാകാൻ തീരട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട്, ദൈവിക സന്തോഷം കൊണ്ട് ഇന്ന് രാത്രി ചില പ്രിയപ്പെട്ടവർ നിറയിടുവാൻ തക്കവണ്ണം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവൻ ദൈവം കൂടിയിരിക്കണം. ദൈവവചന ശുശ്രൂഷയ്ക്കെതിരായി ദൈവിക വിടുതൽ അനുഭവിക്കുന്നതിന് തടസ്സമായി ഉയർന്നിരിക്കുന്ന എല്ലാ മതിലുകളും അമർന്നു പോകുവാൻ ഉതകത്തക്ക വിധത്തിൽ ദൈവിക ആരാധന വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണം. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവ് ദൈവം കൂടെയിരുന്നു വലിവെച്ച് മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി ജീവനർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ഹല്ലേലൂയ ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ അനുഭവിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. രാത്രി ഈ ലൈവിൽ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വിശേഷ അടുത്ത സമയങ്ങളിൽ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ആമേൻ. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ, ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആയിരിക്കുന്ന ദൈവമക്കളെ പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ, ബലപ്പെടുത്തുന്നല്ലോ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവരുടെ ജീവിത പങ്കാളികൾ, അവരുടെ മക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ, ജോലി മേഖല എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. എല്ലാ നിലയിലുള്ള അനുഗ്രഹങ്ങളും ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, സാമ്പത്തികമായി എല്ലാ നിലയിലും ഉയർച്ച പ്രാപിച്ചുകൊണ്ട് തിരുനാമത്തെ ഉയർത്തുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് അനുകൂലമായി ചലിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരപരിശുദ്ധ ഹല്ലേലൂയ. ഒരു നിമിഷം ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളില് അനേകര് വിവിധ വിഷയങ്ങളിൽ മുമ്പിൽ കണ്ണുനീരും ദുഃഖത്തിലും ആമേൻ ആയിരിക്കുകയാണ്. കൊറോണ നിമിത്തം അതേ കണ്ണുനീരിലും ദുഃഖത്തിലും ആയിരിക്കുന്ന അനേകര് ഇന്നും അതിൽ നിന്ന് ഉണർന്നിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. അനേകര് ആ മാരകമായ ആ പകർച്ചവ്യാധി നിമിത്തം, ഹല്ലേലൂയ, സമ്പർക്കത്തിലൂടെ പകരുന്നത് നിമിത്തം, ഹല്ലേലൂയ, അതേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആമേൻ, അതെ സ്വന്തം കുടുംബത്തെ കാണുവാൻ കഴിയാതെ ഇന്നും വിദേശത്ത് ആയിരിക്കുന്നവരുണ്ട്, സ്വദേശത്തായിരിക്കുന്നവരുണ്ട്. ആമേൻ. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ ആമേൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അനുകൂലമായി ചലിക്കുന്ന കർത്താവിന്റെ കരം സുരക്ഷിതമായി ഇന്നും അനുഭവിക്കുവാൻ ഇടയായി തീരുന്ന ദൈവമക്കൾ പ്രത്യാശയോടെ ഭൂമിയിലായിരിക്കുകയാണ്. ആമേൻ. നിങ്ങൾ പ്രത്യാശ ഉള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും ആമേൻ പ്രത്യാശയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ ആമേൻ അതെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് നൽകിയ സന്ദേശം ഈ പാട്ടിന് ശേഷം പങ്കുവെക്കുമ്പോൾ ഹല്ലേലൂയ ചിലരുടെ ദുഃഖം മാറാൻ, ചിലരുടെ വേദനകൾ മാറാൻ, ചിലരുടെ നിരാശകൾ മാറുവാൻ, ചിലർ ഉയർച്ച പ്രാപിക്കുവാൻ, പാപത്തെ ഉപേക്ഷിച്ച് ആമേൻ യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിക്കപ്പെടുവാൻ ഇടയായി തീരേണ്ടതിനായി ആമേൻ ശ്രോതാക്കളായിരിക്കുന്നവർ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. അത് അനുഭവിക്കുവാനും നമുക്ക് സാധിക്കും. ചേർന്ന് പാടാം. എന്റെ സങ്കേതവും ബലവും
ഏറ്റവും അടുത്ത തുണയും എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമാത്രേ. ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമാത്രേ. ഇരുൾ നീങ്ങിടുപാതകൻ കടൽ നീങ്ങിടുമേ ഇരുൾ നീങ്ങിടുപാതകൻ കടൽ നീങ്ങിടുമേ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമിതുപോലൊരുവൻ. അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമിതുപോലൊരുവൻ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമാത്രേ. ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമാത്രേ. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ താൻ കരത്താൽ തന്നെ നടത്തും. കാത്തുപാലിക്കും എന്റെ നിത്യം. കർത്തൻ താൻ കരത്താൽ തന്നെ നടത്തും. കാത്തുപാലിക്കും എന്റെ നിത്യം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും ഏതൊരാപത്തിലും ഏതുനേരത്തിലും എനിക്കെന്നും എൻ ദൈവമാത്രേ. ഏതൊരാപത്തിലും
ഹല്ലേലൂയ സങ്കേതമായി ബലമായി ഏറ്റവും അടുത്ത് വന്നു. ഹല്ലേലൂയ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഹല്ലേലൂയ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും, ഹല്ലേലൂയ രാവെന്നോ പകലെന്നോ ഉച്ചയെന്നോ ഇല്ലാതെ, ഹല്ലേലൂയ ആമേൻ, നമ്മെ സഹായിപ്പാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ ശക്തനായ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഈ നിൽക്കുന്നത്. ഹല്ലേലൂയ അർദ്ധരാത്രി കാരാഗൃഹത്തിന്റെ അകത്ത് കിടന്ന് പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ച ആമേൻ അപ്പോസ്തലന്മാർ അനുഭവിച്ച ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ കഴിഞ്ഞ രാത്രി ഏതാണ്ട് 1:30-2 മണി സമയത്ത്, ഹല്ലേലൂയ അത് ഞാനും ആമേൻ അത് എന്റെ കൂടെ ആമേൻ വിദേശത്തായിരിക്കുന്ന ആമേൻ ആമേൻ അതെ ആള് ഒരുമിച്ച് ചേർന്ന് കർത്താവിനെ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ ആമേൻ പെട്ടെന്ന്, ഹല്ലേലൂയ ആമേൻ അതെ ഞെട്ടിപ്പോകത്തക്ക വിധത്തിൽ ആമേൻ ഒരു കാഴ്ച ആമേൻ ഞാൻ കണ്ടു. ആമേൻ അതെ 17 വയസ്സുള്ള എന്റെ മോള് നല്ല ഉറക്കമാണ്. ആമേൻ ഉറക്കത്തിൽ ആമേൻ നോക്കുമ്പോൾ ആമേൻ അവളുടെ കയ്യില് ബ്ലഡ് ആമേൻ കണ്ടു. ആമേൻ ഞാൻ എന്റെ ഭാര്യ ആമേൻ അതെ ഉറങ്ങുകയായിരുന്നു. ഞാൻ വിളിച്ചു, ആമേൻ അതെ ഉണർത്തി. ഹല്ലേലൂയ എങ്കിലും ആ ഒരു ഭാഗത്ത് ആരാധനയും പ്രാർത്ഥനയും ആമേൻ ആമേൻ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ അപ്പോൾ തന്നെ ആമേൻ എന്റെ ഭാര്യയെ ഞാൻ വിളിച്ചു. ആമേൻ കുഞ്ഞിനെ ശ്രദ്ധിച്ചു നോക്കി, അവളുടെ വായിൽ നിറച്ചു ചോരയാ. ഹല്ലേലൂയ ഈ സമയത്ത് ആമേൻ ഞങ്ങൾ ലൈവിൽ ആരാധിച്ച് പൈശാചിക പോരുകളെ ആമേൻ അതെ കണ്ട് അതിനെ ശാസിച്ച് ആമേൻ ചില വിടുതലുകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആമേൻ സംഭവിച്ചത് ആമേൻ ഒരു നടുക്കത്തെ പോലെ ആമേൻ അതെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകുലപ്പെടുവാനൊന്നും ഇടയായില്ല. കാരണം ദൈവ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് അത് സംഭവിച്ചത്. ഹല്ലേലൂയ അതുകൊണ്ട് ഭയം തോന്നിയില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ ശക്തിയുള്ള അതേ വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങും, നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ അതുകൊണ്ട് ലൈവിലായിരുന്ന ഞങ്ങൾ ആമേൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു, വാ കഴുകി. ആമേൻ എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. ആമേൻ അതെ ദൈവസന്നിധിയിൽ ആമേൻ അല്പനേരം ആരാധിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ ഈ പകൽ ആമേൻ കുഞ്ഞ് സ്കൂളിൽ പോയി സന്തോഷത്തോടെ മടങ്ങി വന്ന് ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ ആമേൻ സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഞങ്ങളെ കുടുംബമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എല്ലാ ഭാരങ്ങളും ചുമക്കുന്ന, ഹല്ലേലൂയ എല്ലാ നാളും താങ്ങി നടത്തുന്ന ആമേൻ അതെ നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാൻ ശക്തനായ ഒരു നല്ല കർത്താവ് ഉലകത്തിൽ വേറെ ഇല്ലേ ഇല്ല. ആ കർത്താവിന്റെ നാമത്തിൽ ആമേൻ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതൽ ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെ അല്ല ദൈവമക്കളെ ഇന്ന് രാത്രി നാം പാടി ആരാധിച്ചത്. ഹല്ലേലൂയ ഇത്ര നല്ലവനായ ആമേൻ കർത്താവിനെ, ഹല്ലേലൂയ ഈ കരയിൽ രുചിച്ചറിയുവാൻ ഹല്ലേലൂയ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും ഈ കർത്താവ് ഹല്ലേലൂയ മതി എന്ന് വിശ്വസിക്കുന്നവർ അനുഭവിക്കുന്നവർ സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് നൽകിയ വചനം പലപ്പോഴും നാം ചിന്തിച്ചിട്ടുള്ളതാ. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യമാണ് ആമേൻ ഇന്ന് രാത്രി അതേ ചിന്തിപ്പാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഹല്ലേലൂയ കഷ്ടത വരുമ്പോൾ, വേദന വരുമ്പോൾ, വെല്ലുവിളി ആമേൻ ഉണ്ടാകുമ്പോൾ, അത് തകർച്ച കടന്നു വരുമ്പോൾ ആമേൻ സ്തോത്രം പറയുവാൻ കഴിയുമോ? അല്ല. ആമേൻ ഇന്ന് രാത്രി സന്തോഷം വരുമ്പോൾ മാത്രമല്ല, ആമേൻ ഭക്തനായ യോബിന്റെ ഭാര്യ ആമേൻ അതേ സന്തോഷം വരുമ്പോൾ മാത്രം സ്തോത്രം പറയാൻ ശീലിച്ചവളായിരുന്നു. അതുകൊണ്ടാണ് ആമേൻ ഈ കഷ്ടതയില് ആമേൻ തള്ളി പറഞ്ഞ് പോയി ചത്തൂടെ എന്ന് ചോദിച്ചത്. ഹല്ലേലൂയ ഭക്തനായ യോബ് മറുപടി കൊടുത്തത് ഇങ്ങനെയാ, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ എന്താ സംസാരിക്കുന്നത്? ആമേൻ ദൈവത്തിൽ നിന്ന് നന്മ മാത്രം അനുഭവിച്ചാൽ മതിയോ? ഹല്ലേലൂയ എന്നും സന്തോഷം, എന്നും ആനന്ദം, ഹല്ലേലൂയ എന്നും ആഹ്ലാദം, അല്പം പ്രയാസം, അല്പം വേദന, അല്പം കഷ്ടത ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവിടെയും പാടുവാൻ, അവിടെയും സന്തോഷിക്കുവാൻ ഒരു ഭക്തൻ
ഭക്തന് കഴിയുമെങ്കിൽ അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ ആമേൻ ഹല്ലേലൂയ അനുഭവത്തിൽ വരുമ്പോ ഹല്ലേലൂയ അനുഭവത്തിൽ നിന്നുകൊണ്ടാ പറയുന്നത്. അർദ്ധരാത്രി ആമേൻ അതെ കുഞ്ഞിന്റെ ആമേൻ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ ആമേൻ ബ്ലഡ് ഒഴുകി വരുന്നു. ആമേൻ എവിടുന്ന എങ്ങനെയാ ഒന്നും മനസ്സിലാകുന്നില്ല. ആമേൻ എടുത്തുകൊണ്ട് ഓടാനൊന്നും തയ്യാറായില്ല. കർത്താവിന്റെ കരങ്ങളിൽ ആമേൻ സുരക്ഷിതമായി വഹിക്കുന്ന അനുഭവങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ചുവടുവെക്കുവാൻ കൃപ ലഭിച്ച ദൈവജനം കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ളവരായി ഹല്ലേലൂയ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവേശുവിലുള്ള ദൈവഹിതം ഇതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഇതാ, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഇതാ. ഹല്ലേലൂയ. ആമേൻ. ഭക്തനായ യോബ് പറഞ്ഞു, യഹോവ തന്നു, ആമേൻ, യഹോവ എടുത്തു, അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ആമേൻ കണ്ണുനീരോടെ, ദുഃഖത്തോടെ, നിരാശയോടെ, ആകുലതയോടെ അവരെ സേവിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സമാധാനത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദുഃഖത്തെ ആമേൻ അത് നീക്കി സമാധാനം നൽകുവാൻ കഴിയുന്ന കർത്താവിനെ അനുഗമിക്കുന്ന ദൈവവൈതലെ, നീ ദുഃഖിക്കേണ്ടതും നീ ഭാരപ്പെടേണ്ടതും നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. ആമേൻ. രോഗിയായി കിടക്കുന്ന അത് നിന്റെ ആമേൻ അവസ്ഥ നീ ഓർത്ത്, എനിക്ക് ആമേൻ ഇനി കുറെ കാലം കൂടെ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കത് സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് ആമേൻ നീ കരയുന്നതിനേക്കാൾ ഉപരി കർത്താവേ ഈ കാലം വരെ ഈ ഒരു സാഹചര്യത്തിൽ ഇരുന്ന് എന്റെ കർത്താവിന് വേണ്ടി ആമേൻ അത് ചെയ്യുവാൻ ഏൽപ്പിച്ചത് ചെയ്യാൻ ഒക്കുന്നില്ലല്ലോ എന്നോർത്ത് നീ ഭാരപ്പെടണം. ഹല്ലേലൂയ. അല്ലാതെ എന്റെ ഈ ശരീരം ഇങ്ങനെ ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നീ ചിന്തിക്കരുത്. ആമേൻ. എന്റെ കർത്താവ് ഏൽപ്പിച്ച കാര്യം എനിക്ക് ചെയ്യാൻ ഒക്കുന്നില്ലല്ലോ. ആമേൻ. എന്നെ ഏൽപ്പിച്ചത് ഇന്നതാണല്ലോ. ആമേൻ. അത് തിരിച്ചറിഞ്ഞ് ഈ സാഹചര്യത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് അത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ അത് വെളിപ്പെടുത്തുവാൻ അങ്ങ് ശക്തനാണ്. ആമേൻ. അത് ആമേൻ എന്നിലൂടെ ഈ സാഹചര്യത്തിലും വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തൻ. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞു, ആമേൻ അതെ 3 വട്ടം പ്രാർത്ഥിച്ചിട്ട് ഇതൊന്ന് നീങ്ങിപ്പോകാം. ഹല്ലേലൂയ. എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ഈ സാഹചര്യത്തിൽ എന്റെ കൃപ അനുഭവിച്ച് നീ നിൽക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ഞാൻ ശക്തരാണ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാവരോടുള്ള ബന്ധത്തിൽ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ആമേൻ. പ്രാർത്ഥിച്ചാൽ നീങ്ങിപ്പോകുന്ന കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നീങ്ങാത്തത് ഉണ്ട്. ആമേൻ. നീങ്ങാത്തതിനും നീങ്ങുന്നതിനും സ്തോത്രം പറയുവാൻ ആമേൻ പ്രാപ്തിയുള്ളവരായി ഞാൻ നിങ്ങൾ മാറണം. ഹല്ലേലൂയ. ആമേൻ. എബ്രായലേഖനം 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തില്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഹല്ലേലൂയ. ആര് മുഖാന്തരം? കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. ആമേൻ. മാനവരാശിയുടെ സമാധാനത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി, ആമേൻ നിത്യജീവന് വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകി. ഈ അധികാരം മിസ്യൂസ് ചെയ്യാതെ ആമേൻ ഈ അധികാരം ഉപയോഗിച്ച് ദൈവമക്കളായി ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഹല്ലേലൂയ ആമേൻ ആ ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ എന്ത് ചെയ്യുക. അപ്പൊ നീ സ്തോത്രം 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 പറയുമ്പോ ഹല്ലേലൂയ വചനം പറയുന്നു അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം. അപ്പം ദൈവത്തിന്റെ നാമത്തെ നീ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുക. യേശു ഇന്ന് ജീവിക്കുന്നു. യേശു സർവശക്തനായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതൽ സ്തോത്രം പറയുമ്പോൾ ദൈവനാമം എന്ത് ചെയ്യുക? മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിപ്പിൻ. കരഞ്ഞുകൊണ്ടിരിക്കാനല്ല പറഞ്ഞേ, പിറുപിറുത്തോണ്ടിരിക്കാനല്ല പറഞ്ഞേ. ആമേൻ. അതെ അതെ അസഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുവാനല്ല പറഞ്ഞേ, പുലമ്പിക്കൊണ്ടിരിക്കാനല്ല പറഞ്ഞേ, ഉറക്കം തൂങ്ങിയിരിക്കാനല്ല പറഞ്ഞേ. പിന്നെയോ ഹല്ലേലൂയ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും ഹല്ലേലൂയ സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തു. ആമേൻ. എങ്ങനെ ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ.
ഹല്ലേലൂയ. നീ പാടുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, ആമേൻ. നീ ആരാധിക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, ജീവിക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ, നീ മരിക്കുന്നുവെങ്കിലും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് വിളിപ്പി. ഹല്ലേലൂയ. രണ്ടുപേർ തമ്മിൽ കാണുമ്പോൾ കരം കൊടുത്ത് സ്തോത്രം എന്ന് പറയാറില്ലേ? അവൻ എന്തിനാ? കണ്ടുമുട്ടിയത് കൊണ്ട് ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് എത്ര പേര് ആമേൻ അതെ ഭാര്യയുടെ മുഖത്ത് നോക്കി സ്തോത്രം പറയാറുണ്ട്? ഹല്ലേലൂയ. മക്കളുടെ മുഖത്ത് നോക്കി സ്തോത്രം പറയാറുണ്ട്? അമ്മയുടെ മുഖത്ത് നോക്കി, അപ്പന്റെ മുഖത്ത് നോക്കി എത്ര പേര് സ്തോത്രം പറയാറുണ്ട്? ഹല്ലേലൂയ. അല്ല, തന്നെ തന്നെ ഒന്ന് കണ്ട് രാവിലെ എഴുന്നേറ്റ് ഓടി ആമേൻ അങ്ങ് ഓടാതെ ആമേൻ എഴുന്നേറ്റ് ആ മുഖമൊക്കെ ഒന്ന് കഴുകി ആ കണ്ണാടിയുടെ മുമ്പിലോട്ട് നോക്കിയിട്ട് പറയണം സ്തോത്രം. ഹല്ലേലൂയ. നീ നിന്നോട് തന്നെ ഒന്ന് പറയാ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എന്തിനാ? കിടന്ന പായെന്ന് എഴുന്നേക്കാൻ സഹായിച്ച ദൈവമേ, ഞാൻ അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് വിടാൻ എന്നെ അനുവദിച്ച ദൈവമേ, ഒരു പ്രഭാതം കൂടെ എന്നെ കാണിക്കുവാനാക്കിയ ദൈവമേ, ഹല്ലേലൂയ. സ്തോത്രം പറ. ആഹാരം എടുത്ത് വായിലോട്ട് വെക്കുമ്പോ സ്തോത്രം പറ. വാഹനം എടുത്ത് നീ സ്റ്റാർട്ട് ചെയ്ത് എത്തേണ്ടടുത്ത് എത്തിക്കഴിയുമ്പോ സ്തോത്രം പറ. നീ ജോലിക്ക് ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോ സ്തോത്രം പറ. ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോ സ്തോത്രം പറ. തിരിച്ച് വീട്ടിലെത്തുമ്പോ സ്തോത്രം പറ. നീ കുളിക്കാൻ കയറുമ്പോ സ്തോത്രം പറ. കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോ സ്തോത്രം പറ. കുളിക്കാൻ കയറി എത്രയോ പേര് ബാത്റൂമിൽ ആമേൻ അതെ തലചുറ്റി വീണു. ആമേൻ എത്രയോ പേര് വഴുതി വീണു. ആ വീഴ്ചയിൽ തകർന്നു പോയില്ലേ? എന്നാ നീ കുളിക്കാൻ കയറിയ ബാത്റൂമിനകത്തും ആമേൻ നിന്നെ താങ്ങിയ, നിന്നെ സൂക്ഷിച്ച ഒരു ദൈവം ഉണ്ടല്ലോ. ഹല്ലേലൂയ. കുളിക്കാൻ വേണ്ടി ആമേൻ കുനിഞ്ഞ് വെള്ളം എടുക്കാൻ ശ്രമിച്ചതാ, പിന്നെ നിവരാൻ പറ്റിയില്ല. കേട്ടിട്ടില്ലേ? എന്നാൽ അത്താഴം കഴിഞ്ഞ് ആമീൻ എല്ലാവരുടെ മുഖം കണ്ട് ആമീൻ അങ്ങ് കിടന്നതാ. ആ കിടത്തിൽ പിന്നെ എഴുന്നേറ്റിട്ടില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ച എത്രയോ കുടുംബങ്ങൾ ഇന്ന് പകൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുണ്ട്. പ്രിയമുള്ളവരെ, നീ നിൽക്കുന്ന നിൽപ്പിൽ കുഴഞ്ഞു വീഴാതെ, ഇരുന്ന ഇരിപ്പിൽ ഇരുന്നു പോകാതെ, ആ എന്ന് പറഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റാതെ അങ്ങനെ തന്നെ ഇരിക്കാതെ, നിന്നെ അനുനിമിഷവും പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന ദൈവത്തിന് ഭർത്താവ് ജോലിക്ക് പോയാൽ വരുന്നത് വരെ വിധാനമാ. എവിടെ പോയി? ഹല്ലേലൂയ. എതിരെ പോയി? ആമേൻ. എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആമേൻ. ഭർത്താവ് വീട്ടിൽ നിന്ന് പോയ വീട്ടിലിരുന്ന് ദൈവ സന്നിധിയില് സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും തയ്യാറാകുന്ന ആമേൻ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ, ആമേൻ, രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം ക്ലിയർ ആണെങ്കിൽ ആമേൻ ഭർത്താവ് എവിടെ പോയാലും ഹല്ലേലൂയ ദൈവം അറിയാതെ പോകത്തില്ല. ആമേൻ. ഞാൻ സേവിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവമെങ്കിൽ, എന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ദൈവമെങ്കിൽ ഹല്ലേലൂയ, എന്റെ ഭർത്താവാകട്ടെ, എന്റെ കുടുംബത്തിൽ ഒരു വ്യക്തിയാകട്ടെ ദൈവഹിതമല്ലാത്തടത്തൂടെ പോകാൻ അനുവദിക്കത്തില്ല. അഥവാ പോയാൽ ദൈവം ആമേൻ വെറുതെ വിടത്തില്ല. ഹല്ലേലൂയ. അപ്പോ വീട്ടില് ആമേൻ അതേ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിനും പ്രാർത്ഥനയാണ്. അയ്യോ എങ്ങനെ നാളത്തെ കാര്യം, നാളത്തെ കുറിച്ച് ചിന്തിക്കാതെ ഇന്നത്തെ കുറിച്ച് ചിന്തിക്ക്. ഇന്ന് നീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുക. നീ ഉയരത്തിലുള്ളത് ചിന്തിക്ക്. ഇന്ന് ദൈവം എന്നോട് പറഞ്ഞത് എന്താണ് നീ ചിന്തിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു തീർത്തോ? ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഇന്ന് ചെയ്യേണ്ടത്, എന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലോ എന്റെ രാജ്യത്തോടുള്ള ബന്ധത്തിലോ എന്റെ ഉത്തരവാദിത്വം ഞാൻ എത്രത്തോളം ചെയ്തു? ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയിലും അപേക്ഷയിലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. ചിലർക്ക് ഉറക്കം വരണമെങ്കിൽ വീട്ടിലെ കാര്യം അയലോക്കത്ത് പറഞ്ഞാലേ ഉറക്കം വരത്തുള്ളൂ. ഹല്ലേലൂയ. ചിലർക്ക് ആമേൻ നാട്ടിലെ കാര്യം പിന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് 4 പേരെ അറിയിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു ആമേൻ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ
സന്തോഷത്തോടുകൂടെ നാട്ടുകാരെ അറിയിക്കാനല്ല, വീട്ടുകാരെ അറിയിക്കാനല്ല, കൂട്ടുകാരെ അറിയിക്കാനല്ല, ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. സന്തോഷമുള്ളവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും, ഹല്ലേലൂയ, അങ്ങനെ അവൻ ക്രിസ്തുവിലും എന്ത് ചെയ്തു? വ്യാപരിച്ചു. എന്തൊരു വ്യാപാരം! ഹല്ലേലൂയ. അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചത് എന്തുവാ? അവൻ ഉയരത്തിൽ അത്യന്ത വ്യാപാര ശക്തി ക്രിസ്തുവിലും എന്ത് ചെയ്തു? വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഹല്ലേലൂയ. അവൻ മരണകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഓർക്കണം, ദീനക്കാരനെ സൗഖ്യമാക്കുന്ന ഒരു നല്ല ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. എന്നാൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ആർക്കുള്ളതാ? യഹോവയ്ക്കുള്ളതാ. നീ എത്ര കാലം, എത്ര വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് നിന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. പക്ഷേ ആയുസ്സിന്റെ മധ്യത്തിൽ നിന്നെ എടുത്തു കളയുവാൻ പിന്തുടരുന്ന പൈശാചിക പ്രവർത്തിക്കകത്ത് നീ അടിമപ്പെട്ട് നീയായിട്ട് ജീവിതം അവസാനിപ്പിക്കുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെ ഈ ഭൂമിയിൽ ദൈവസഭയ്ക്ക് നൽകിയത് ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കൾ ക്ഷീണിക്കുന്നിടത്ത് ബലം പ്രാപിക്കുവാൻ, അത് ഇച്ഛിച്ചു പോകാതെ ജ്ഞാനിയായി ഉയർന്നു വരത്തക്ക വിധത്തിൽ ബലഹീനനെ ബലവാനാക്കുന്ന ഉയരത്തിലെ ദൈവത്തിന്റെ വചനം ആത്മാവിനാൽ എഴുതി നൽകപ്പെട്ടിരിക്കുന്നത്. അത് ആത്മാവിൽ എഴുതിയത് ആത്മാവിൽ വായിച്ച് ഗ്രഹിക്കാൻ വേണ്ടിയാ. അപ്പൊ ആത്മാവില്ലാത്തവർക്ക് ഈ ആത്മാവിനാൽ എഴുതിയ വചനം ഗ്രഹിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തെ പ്രാപിപ്പാൻ ദൈവവചനപ്രകാരം ശുദ്ധിയുള്ളവരായി ജീവിക്കുവാൻ തയ്യാറായാൽ ഉയരത്തിൽ അഭിഷേകം പകരപ്പെടും. ഹല്ലേലൂയ. ഉയരത്തിൽ അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ ആമേൻ, നിന്നെ തകർക്കുവാൻ നിനക്കെതിരെ വരുന്ന ദുഷ്ട പിശാചുക്കൾ, അത് നിന്റെ മാംസം തിന്നുവാൻ അടുത്തേക്ക് വരുന്ന, നിന്റെ ജഡത്തെ നശിപ്പിക്കുവാൻ എന്ന് പറഞ്ഞാൽ ആമേൻ, ഈ ഭൂമിയില് നീ എന്ന വ്യക്തിയെ മറ്റുള്ളവർക്ക് കാണുവാൻ കഴിയത്തക്ക വിധത്തിൽ ആമേൻ നിന്നെ ആത്മാവിനെ പൊതിഞ്ഞു നിർത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ നിന്റെ ശരീരമെന്ന് അതേ ആമേൻ പറയപ്പെടുന്ന ഈ വ്യക്തിത്വത്തെ, ആമേൻ ഈ രൂപത്തെ ഈ ഭൂമിയിൽ ഇല്ലാതാക്കാൻ ആമേൻ അടുത്ത് വരുന്ന ശത്രുക്കൾ ഇടറി വീഴുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആത്മാവിന്റെ ആമേൻ അത് പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാണ്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ മന്ദിരത്തെ കുറിച്ച് ദൈവത്തിന് എന്തുണ്ട്? ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. അത്യുന്നതിന് നിന്റെ നേർച്ചകൾ എന്ത് ചെയ്യാം? കഴിക്കാം. ഹല്ലേലൂയ. നീ നേർന്നിട്ട് നേരാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ആമേൻ എന്താ? ആമേൻ നീ നേരാതിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ വേഗത്തിൽ പറയുവാൻ നീ എന്ത് ചെയ്യരുത്? തയ്യാറാകരുത്. കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും ഉണ്ടായിരിക്കണം. ചിലരങ്ങനെയാ, വേഗത്തിൽ പറയും പിന്നെ മാറ്റി പറയും. ഹല്ലേലൂയ. മാറ്റി പറയുന്നതിനേക്കാൾ നല്ലത് നീ മെല്ലെ പറയുന്നതല്ലേ, കുറച്ച് സമയമെടുത്ത് പറയുന്നതല്ലേ, വളരെ ആലോചിച്ചിട്ട് പറയുന്നതല്ലേ. ഹല്ലേലൂയ. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. ഈ ദൈവത്തെ സ്തുതിക്കാൻ എന്ത് ചെയ്യരുത്? വൈകിപ്പിക്കരുത്. ഹല്ലേലൂയ. ഇതാണ് സമയം. ഹല്ലേലൂയ. കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പൗലോസും ശീലാസും വേദനയൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിരുന്നായിരുന്നെങ്കിൽ അവിടെ ഇരിക്കത്തെ ഉള്ളായിരുന്നു. ഇന്ന് രാത്രി ആമേൻ സ്തുതിക്കേണ്ട സമയം ഇപ്പോഴാണ്. ഹല്ലേലൂയ. നീ സ്തുതിക്കാൻ തയ്യാറായിക്കോ. ഹല്ലേലൂയ. എല്ലാറ്റിനും ഹല്ലേലൂയ. എന്നാൽ ഒന്നിനെയും ഒഴിവാക്കാതെ എല്ലാ കാര്യങ്ങൾക്കും ആമേൻ സാഹചര്യങ്ങൾ അനുകൂലമായ, സുഖകരമാണെങ്കിലും അസുഖകരമാണെങ്കിലും, സുരക്ഷിതമായാൽ അപകടം നിറഞ്ഞതായാൽ, പരിക്കനായാൽ, പ്രശ്നരഹിതമായാൽ, എല്ലാറ്റിനും ദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യുന്നവരാണ്. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, നന്ദി പറയുവാൻ,
ആമേൻ നമുക്ക് കാരണമുണ്ട്. ഹല്ലേലൂയ. കാരണം നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളായി മാറുവാൻ കരുണാമയനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മളോട് കാണിച്ച ആ സ്നേഹം, ആ കരുണ, അത് എത്രയോ വലിയതാണ്. അതുകൊണ്ട് നാം അവനെ ദൈവത്തെ മഹത്വം കൊടുക്കുന്നവരാണ്. ഇതാകുന്നു നമ്മെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഹല്ലേലൂയ. ചില കാര്യങ്ങളെ കുറിച്ചുള്ള ദൈവികത നമുക്കറിയില്ലല്ലോ. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് നന്ദി പറയുന്ന കാര്യത്തിൽ ദൈവഹിതം ആമേൻ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവാൻ പഠിക്കുന്നത് ദൈവഹിതം മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? തുറക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി കഷ്ടമായാലും വേദനയായാലും ദുരിതമായാലും രോഗമായാലും സ്തോത്രം പറയുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. നാം പ്രാരംഭത്തിൽ വായിച്ച തിരുവചനം, ഹല്ലേലൂയ, ആമേൻ, പലർക്കും ആമേൻ മനസ്സിലാക്കാത്ത ആമേൻ അതെ ഒരു തിരുവഴുത്ത് ആണ് എന്ന് തോന്നുന്നുണ്ടോ? ത്തിന് നന്ദി പറയണം എന്ന് ചിന്തിക്കുന്നവരും പറയുന്നവരും ചോദിക്കുന്നവരുമുണ്ട്. ഹല്ലേലൂയ. ദൈവഹിതം ആമേൻ ആത്മീയമായി തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം ആമേൻ മനുഷ്യരാശിയുടെ സ്വഭാവം ആമേൻ അതെ അങ്ങനെ പിശാച് ആമേൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. പിശാച് മാനവരാശിയുടെ ഹൃദയത്തെ എന്ത് ചെയ്തിരിക്കുക? അടച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യരാശിയുടെ മാനസിക അവസ്ഥ വളരെ മോശമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഹല്ലേലൂയ അത് ദൈവഹിതത്തിലേക്ക് ആമേൻ തിരിക്കുവാൻ, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചനം ലോകത്തിന്റെ എല്ലാ മൂലകളിലും മുക്കുകളിലും ഹല്ലേലൂയ കോണുകളിലും എത്തത്തക്ക വിധത്തിൽ മീഡിയയിലൂടെ ആമേൻ മറ്റു മാധ്യമങ്ങളിലൂടെ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും മാനവരാശിയുടെ മനുഷ്യരാശിയുടെ മാനസിക അവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ആമേൻ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ആമേൻ മാനവരാശി സമാധാനത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി. ഹല്ലേലൂയ. അത് ദൈവഹിതത്തിലേക്ക് ആമേൻ തിരികെ കൊണ്ടുവരുവാൻ വേണ്ടിയാ, മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയാ. ദൈവവചനത്തിന് മാത്രമേ അങ്ങനെ ഒരു മനുഷ്യനെ സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഇടയാകത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് ഒന്നേയുള്ളൂ, അത് സത്യവേദ പുസ്തകമാണ്. ഹല്ലേലൂയ. അതിനകത്ത് സത്യം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അത് ദൈവശക്തിയായി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ആമേൻ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും എന്ത് ചെയ്യും? വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ എന്ത് ചെയ്യും? ഇരിക്കും. കാരണം എന്താ? ഇതുപോലെ ഒരു നല്ല ദൈവത്തെ ഭക്തനെ രുചിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ആമേൻ. അതെ, 1 ശമൂവേലിന്റെ പുസ്തകം 21 അധ്യായം അതിന്റെ 10 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകി തരുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, പിന്നെ ദാവീദ് പുറപ്പെട്ട് അന്ന് തന്നെ ശൗലിന്റെ നിമിത്തം ഗത്ത് രാജാവായ ആഖീശിന്റെ അടുക്കൽ ഓടിച്ചെന്ന്. എന്നാൽ ആഖീശിന്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദ് അല്ലയോ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് അവർ നൃത്തങ്ങളിൽ ഗാനപ്രതികാരം ചെയ്ത് ഇവനെ കുറിച്ചല്ലയോ എന്ന് പറഞ്ഞു. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഖീശിനെ ഏറ്റവും ഭയപ്പെട്ട് അവരുടെ മുമ്പാകെ തന്റെ പ്രകൃതി മാറ്റി. അവരുടെ കൈകളിൽ ഇരിക്കെ ബുദ്ധി ഭ്രമം നടിച്ച് വാതിലിന്റെ കതകുകളിൽ വരച്ച് താടിനെ തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ടിരുന്നു. ആഖീശ് തന്റെ ഭൃത്യന്മാരോട്, ഈ മനുഷ്യൻ ഭ്രാന്തനെന്ന് നിങ്ങൾ കാണുന്നില്ലയോ? അവന് എന്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിന്? എന്റെ മുമ്പാകെ ഭ്രാന്ത് കളിക്കും. ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ? ഹല്ലേലൂയ. എന്റെ അരമനയിലോ ഇവൻ വരേണ്ടത് എന്ന് പറഞ്ഞു. നോക്കണമേ. ഹല്ലേലൂയ. ആമേൻ. ഈ 34 സങ്കീർത്തനം ഹല്ലേലൂയ ആമേൻ ഒരു ആമേൻ ഭക്തന്റെ ജീവിതത്തിൽ എഴുതുവാൻ
ദൈവം അനുവദിച്ചപ്പോൾ അവന്റെ ജീവിതത്തിന്റെ മുമ്പിൽ 2 മണിക്കൂറുകളിൽ ഒന്നായിരുന്നു ആ സമയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെ താൻ ഒരു ബുദ്ധിഭ്രമം നടിക്കേണ്ടതായി വന്നു. ഹല്ലേലൂയ. കാരണം ഒരു ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതെ, ഫറവോൻ അത് ഈജിപ്തിൽ രാജാക്കന്മാരിൽ ഒരാളായിരുന്നതിനാൽ, ഹല്ലേലൂയ, അതെ, ആ ഫറവോന്റെ കാലത്ത് ഇസ്രായേൽ ജനത്തെ കൊല്ലാക്കൊല ചെയ്ത് അവരെ ഞെരുക്കി, അവരെ കഷ്ടപ്പെടുത്തി, എത്രമാത്രം അവരെ പീഡിപ്പിക്കാമോ അത്രമാത്രം പീഡിപ്പിക്കുന്ന ഒരു രാജാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ അബീമേലെക്ക് ഫിലിസ്ത്യരോട് തുടർച്ചയായി, ഹല്ലേലൂയ, രാജാക്കന്മാരുടെ ആ സ്ഥാനപ്പേരോടൊപ്പം ആയിരിക്കുന്ന, ഹല്ലേലൂയ, അധികാരസ്ഥന്മാരുടെ അതേ ക്രൂര പീഡനത്തിൽ ഇരയായി തീരുന്ന ആ ജനത്തിന്റെ ചരിത്രത്തെ നമ്മൾ വായിക്കുമ്പോൾ ഇക്കാലത്തും ദൈവജനത്തെ പീഡിപ്പിക്കുന്ന അനേകര് ചുറ്റുപാടുമുണ്ട് എന്ന വസ്തുത നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. അക്കാലത്ത് അബ്രഹാം തന്റെ ഭാര്യയായ സാരയെ കുറിച്ച് അവളെന്റെ പെങ്ങളെന്ന് പറഞ്ഞ് ഗെരാർ രാജാവായ അബീമേലെക്ക് ആളയച്ച് എന്ത് ചെയ്തു? സാരയെ കൊണ്ടുപോയി. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗെരാരിൽ ഫിലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. നോക്കുക, പിതാവിന്റെ കാലത്തുണ്ടായ ഒരു ക്ഷാമം തന്റെ മകന്റെ കാലത്തും അതേ നാട്ടിൽ ഒരു ക്ഷാമം നേരിടുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പൂർവികന്മാരുടെ കാലഘട്ടങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം എങ്ങനെ പ്രവർത്തിച്ചുവോ അതേ ദൈവം ഇന്നും ആയിരിക്കുന്ന തലമുറയുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ശക്തരാണ്. ഹല്ലേലൂയ. എന്നാൽ അന്ന് അതേ പൂർവ്വ പിതാക്കന്മാരോട് ഇടപെട്ട ദൈവം ഇടപെട്ട സമയത്ത് പറഞ്ഞ പ്രമാണങ്ങളെ അനുസരിക്കുവാൻ തയ്യാറായവരെ രക്ഷിക്കേണ്ടതായി വന്നിട്ടില്ല. ഇന്നും വ്യവസ്ഥകൾക്ക് മാറ്റമില്ല. ഈ കാലഘട്ടങ്ങളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ, തന്റെ ആത്മാവിലൂടെ, തന്റെ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്ന വെളിപ്പാട് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഭയം കൂടാതെ സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടത്രേ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഹല്ലേലൂയ. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു. എളിയവർ അത് കേട്ട് സന്തോഷിക്കും. ആമേൻ. ഇന്ന് രാത്രി എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. പ്രിയമുള്ളവരെ, ഞാൻ ഒറ്റയ്ക്ക് ഈ ലൈവിൽ ഇങ്ങനെ ഘോര പറയുന്നത് കൊണ്ട് അർത്ഥമില്ല. എന്നോട് ചേർന്ന് അനേകം പ്രിയപ്പെട്ടവരുള്ളത് കൊണ്ടാ ഇന്ന് രാത്രി എനിക്ക് ഇപ്രകാരം നിന്ന് ശുശ്രൂഷിപ്പാൻ കഴിയുന്നത്. നമ്മൾ ഒരുമിച്ച് ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്നലെ രാത്രി ഭയപ്പെടുത്തുവാൻ ദുഷ്ടപിശാച് കണിഞ്ഞു പരിശ്രമിച്ചപ്പോൾ ഹല്ലേലൂയ എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. ഹല്ലേലൂയ. വിദേശമെന്നോ സ്വദേശമെന്നോ ഇല്ലാതെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ, കാരാഗ്രഹത്തിനകത്ത് 2 പേർ ഒരുമിച്ച് ഐക്യമതപ്പെട്ട് പാടുവാനും പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും തയ്യാറായപ്പോഴാണ് അത് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ചങ്ങലകൾ കൈകളിൽ നിന്ന് വീണുപോയി. അവർക്ക് മുന്നമേ ബന്ധിക്കപ്പെട്ട അനേകർ വിടുവിക്കപ്പെട്ടു. ഇന്ന് രാത്രി നീ രോഗിയായിരിക്കാം, പക്ഷെ നീ രോഗിയാകുന്നതിന് മുമ്പ് നിന്റെ ദേശത്ത് അനേകര് രോഗിയായി നിന്നെപ്പോലെ ഒതുങ്ങിപ്പോയി ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്കറിയാത്ത ഒരു സത്യം, അവർ ഗ്രഹിച്ചിട്ടില്ലാത്തൊരു മർമ്മം അത് നീ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അവരിൽ ഒരാളായി ഒതുങ്ങി കരഞ്ഞ് സമയം പോക്കാതെ ഒരുവനും കൂടെ ചേർന്നിരുന്ന് അതെ ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായ അതിനെ നിന്നിലൂടെ വലിയ ദൈവപ്രവൃത്തി അനേകർ അനുഭവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. പ്രയാസങ്ങളിലും അപകടങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാൻ ദാവീദ് പഠിച്ചു, ദാവീദ് ശീലിച്ചു. ഹല്ലേലൂയ. എല്ലാ സമയത്തും ദൈവത്തെ മതിയെന്ന് അവൻ കണ്ടെത്തി. ഹല്ലേലൂയ.
എല്ലാ സാഹചര്യങ്ങളിലും ആമേൻ ഒരു ഉറപ്പായ സഹായം ആമേൻ സ്വയം പ്രശംസിക്കുന്ന പലരും ആമേൻ അക്കാലത്ത് നാട്ടിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് കർത്താവിൽ മാത്രം പ്രശംസിക്കുവാൻ തീരുമാനിച്ചു. ഇന്ന് രാത്രി ചുറ്റുപാടും പലരും പലതിലും പ്രശംസിക്കുമ്പോൾ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ എനിക്ക് വകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്ന, കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആരാധനയുടെ മധ്യേ സ്വർഗം പ്രസാദിച്ച് ദൈവ പ്രവർത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണമിടയായി തീരും. പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങൾ നിരന്തരം നന്ദി പറയുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ കടമ നിർവഹിക്കുന്നതായി നിങ്ങളെ ആമേൻ ആമേൻ മനസ്സിലാക്കാൻ ദൈവം ആമേൻ അതെ ഇറങ്ങി വരും. ഹല്ലേലൂയ. അതെ നിങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരാവശ്യം ഉള്ളത് കൊണ്ടല്ല, മറിച്ച് അവന്റെ പാതയിലൂടെ വലിയ ആമേൻ അതെ ആമേൻ ദൈവ പ്രവർത്തിക്കാൻ ആമേൻ മുമ്പോട്ട് ആമേൻ നീങ്ങുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആത്മാവിന്റെ പ്രചോദനത്തോടെ നിങ്ങൾ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ സ്തുതിയെ ആമേൻ ഹല്ലേലൂയ സ്വീകരിച്ച് ആമേൻ സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം നിങ്ങളെ മാനിപ്പാനും അനുഗ്രഹിപ്പാനും തക്കവണ്ണം ഇടയായി തീരും. നിങ്ങളുടെ സ്തുതിയെ അവഗണിക്കാൻ ഒന്നും നിങ്ങളെ പ്രേരിപ്പിക്കുന്നില്ലെന്ന് കണ്ടെത്താൻ അവൻ നിങ്ങളെ പരീക്ഷിച്ചതിനാൽ ആമേൻ നിങ്ങളുടെ ആവശ്യങ്ങൾ വേഗത്തിൽ നിറവേറ്റുവാൻ ആമേൻ ഇടയായി തീരും. അതിൽ ചിലപ്പോൾ ദൈവം നമ്മെ പരീക്ഷിക്കും. ആമേൻ നാം പ്രാർത്ഥിക്കുമോ, രാവിലെ എഴുന്നേറ്റ് നാം ആരാധിക്കുമോ, ദൈവവചനം ധ്യാനിക്കുമോ എന്നൊക്കെ ആമേൻ അറിയുവാനായി ദൈവം ചില പരീക്ഷ നടത്തും. നമുക്കറിയാം അബ്രഹാമിന് ജീവിതത്തിൽ കാത്തിരുന്ന് ലഭിച്ച തന്റെ തലമുറയെ ആമേൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ അതിനുവേണ്ടി തയ്യാറായ അബ്രഹാമിനെ സ്വർഗത്തിൽ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ആമേൻ. അത് നീ ഇത് ചെയ്യാൻ മടിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 25, 26 വാക്യം നാം അതിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, അർദ്ധരാത്രിയെ പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഹല്ലേലൂയ. അത് കഷ്ടങ്ങളും ആമേൻ പീഡനങ്ങളും ആമേൻ യഥാർത്ഥ ദൈവമക്കൾ നേരിടുന്നത് എങ്ങനെയാ? ഹല്ലേലൂയ. അവരെ ശപിക്കുന്നതിന് പകരം എന്ത് ചെയ്യാ? പ്രാർത്ഥിക്കുകയാ. വിലാപത്തിന് പകരം പാട്ടുപാടുകയാ. നിരാശയ്ക്ക് പകരം ദൈവിക സമാധാനം അനുഭവിക്കുകയാ. പ്രതികാരത്തിന് പകരം സന്തോഷം പങ്കുവെക്കുകയാ. തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാണ്. അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് ആമേൻ പുറപ്പെട്ടു പോയി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം നടത്തുന്ന സമയത്ത് തന്റെ ശിഷ്യന്മാർ കേൾക്കെ ഇങ്ങനെ പറഞ്ഞു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർ. ഹല്ലേലൂയ. അവർക്കുള്ളതാ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. ഇന്ന് രാത്രി ആമേൻ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഭാഗ്യവാന്മാരാ. നിങ്ങളെ പഴിക്കുന്ന ഉപദ്രവിക്കുന്ന അനുഭവങ്ങൾ ഇന്ന് പകലിലും വെളിപ്പെട്ടോ? ഹല്ലേലൂയ. നിങ്ങൾ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഹല്ലേലൂയ. ആരാണ് ഭാഗ്യവാന്മാർ? സൗമ്യതയുള്ളവരാ ഭാഗ്യവാന്മാർ. അവര് ഭൂമിയെ കൈവശമാക്കും. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിൽ ഞങ്ങളുടെ ആശ്വാസവും എന്ത് ചെയ്യാ? പെരുകുകയാണ്. ഇന്ന് രാത്രി അസമാധാനം, സന്തോഷം അത് അനുഭവിക്കുന്നവർ അത് വർദ്ധിച്ചു വരത്തക്ക വിധത്തിൽ ചില കഷ്ടതയിലൂടെ, ചില വേദനയിലൂടെ, ചില പ്രതികൂലത്തിലൂടെ, ചില വെല്ലുവിളിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നെങ്കിൽ നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നോരും
ഹല്ലേലൂയ, സന്തോഷിച്ചു കൊള്ളുവീൻ. ആമേൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ഹല്ലേലൂയ. ദൈവമക്കളെ, എത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഇവിടെ കരയേണ്ടി വരുന്നോ, ദുഃഖിക്കേണ്ടി വരുന്നോ, നിരാശപ്പെടേണ്ടി വരുന്നോ, അതിനെല്ലാം ആമേൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ആനന്ദിക്കുവാനിടയാകത്തക്ക വിധത്തിൽ ആമേൻ അവൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് ഇരുത്തുവാൻ എത്രയും വേഗം വരാമെന്ന് പറഞ്ഞ കർത്താവിന്റെ ആ മടങ്ങി വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല എന്ത് ചെയ്തു? അഴിഞ്ഞു വീണു. ഇന്ന് രാത്രി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി പോലും ശേഷിക്കാതെ, തകർന്നിരിക്കുന്ന ഒരു വ്യക്തി പോലും ശേഷിക്കാതെ എല്ലാവരും വിടുതൽ പ്രാപിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുവാൻ ശക്തരായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് പൗലോസിനെയും ശീലാസിനെയും തകർക്കുവാനുള്ള സാത്താന്റെ പദ്ധതി പ്രബലപ്പെട്ടപ്പോൾ ദൈവം തന്റെ ദാസന്മാരെ അതേ ന്യായീകരിക്കുവാനും ആമേൻ സുവിശേഷം അവിടെ പ്രചരിപ്പിക്കുവാനുമുള്ള ഒരു മുഖാന്തരമായി ആമേൻ അതിനെ മാറ്റി. ഹല്ലേലൂയ. ആമേൻ. ദൈവം ഹല്ലേലൂയ തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ അതിനെ ഒരു നിമിത്തമാക്കി. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ഹല്ലേലൂയ. ദൈവം ആമേൻ നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്ന പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഹല്ലേലൂയ അത് ഇസ്രായേൽ മക്കളോട് ആമേൻ പറഞ്ഞ ആമേൻ മോശ. ഹല്ലേലൂയ. ആമേൻ അവൻ തന്നെ. ഹല്ലേലൂയ. ആമേൻ നോക്കണമേ. ആമേൻ സീനായി മലയിൽ ആമേൻ അതെ തന്നോട് സംസാരിച്ച ദൂതനോട് ആമേൻ നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. ഹല്ലേലൂയ. നോക്കുക, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആമേൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെളിപ്പെടുത്തിയ വചനത്തിന്റെ നിവൃത്തി. ഹല്ലേലൂയ. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയെ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾകൊണ്ട് കൊന്നു. നോക്കുക, ദൈവസഭയുടെ പീഡനങ്ങളുടെ കാലം. ദൈവസഭയുടെ അംഗമായി മാറിയ ദൈവവൈതലേ, പീഡന കാലഘട്ടം സഭാചരിത്രത്തിലുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലും അല്പ പീഡകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. ചില കഷ്ടതകൾ താണ്ടേണ്ടതായി വന്നേക്കാം. ചില പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വന്നേക്കാം. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെ പിടിച്ച് ഹല്ലേലൂയ. നോക്കുക, നീ പീഡയിലൂടെ കടന്നു പോകുമ്പോൾ ചിലർക്ക് അത് പ്രസാദകരമായേക്കാം. അന്ന് അങ്ങനെ പ്രസാദകരമായി ആമേൻ ആ യഹൂദന്മാർ ഹല്ലേലൂയ ആമേൻ പത്രോസിനെ പിടിച്ച് ആമേൻ ആമേൻ അതെ തല ഛേദിക്കുവാനായി ഹല്ലേലൂയ ആമേൻ അതെ ചേവകർ ഉള്ള ആമേൻ അതെ പടയാളികളുടെ ആ നടുവിൽ ഹല്ലേലൂയ ആ കാരാഗൃഹത്തിനകത്ത് ആമേൻ ബന്ധിച്ച് ഹല്ലേലൂയ ഇങ്ങനെ പത്രോസ് തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് എന്ത് ചെയ്തു? പ്രാർത്ഥന കഴിച്ചു പോകുന്നു. പ്രിയമുള്ളവരെ, ഒരു കഷ്ടതയ്ക്കകത്ത്, ഒരു വേദനയ്ക്കകത്ത്, ഒരു പ്രതിസന്ധിക്കകത്ത്, ഒരു വെല്ലുവിളിക്കകത്ത് ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ആമേൻ സാത്താന്റെ കോട്ടകൾ തകരും, സാത്താന്റെ പ്രവർത്തികൾ ആമേൻ നിഷ്ഫലമാകും, നിർവീര്യമാകും. ഹല്ലേലൂയ. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശം. അവൻ പത്രോസിന്റെ വിലാപ്പുറത്ത് തട്ടി വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ. നോക്കുക, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അധികം സമയമൊന്നും വേണ്ട. എന്നാൽ പ്രതികൂലത്തിന്റെ നടുവിൽ അകപ്പെട്ട് ഇരിക്കുന്ന ആമേൻ പത്രോസിന് വേണ്ടി ആമേൻ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടത്തെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ആമേൻ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് ഐക്യതയോടെ പ്രാർത്ഥിക്കുവാൻ അതെ തയ്യാറാണോ? ഐക്യതയോട് പാടുവാൻ തയ്യാറാണോ? ആരാധിക്കുവാൻ തയ്യാറാണോ?
ആമേൻ. നീ നിന്റെ ഭാര്യ, നീ നിന്റെ മക്കളും അല്ല, നീ ഒറ്റയ്ക്ക. നിന്നോട് കൂടെ ഒരു വ്യക്തിയെ ദൈവം കണക്ട് ചെയ്ത് തരുമ്പോൾ ഒരു മെനപ്പെട്ട് ആമേൻ ഏകാഗ്രതയോടെ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ശത്രുവിന്റെ പദ്ധതി പൊളിയും, തകരും. വർഷങ്ങളായി സെയിം അനുഭവത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരുടെ ചങ്ങലകളെ അഴിക്കപ്പെടുവാൻ ഒരു പത്രോസും ആമേൻ യോഹന്നാനും ഒരുമിച്ച് നിൽക്കുന്നിടത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ ദൈവം പൗലോസും ശീലാസും ഒന്നിച്ച് പ്രാർത്ഥിച്ചെടുത്ത്, ഒന്നിച്ച് ആരാധിച്ചെടുത്ത്, ഹല്ലേലൂയ ആമേൻ ഒന്നിച്ച് സ്തുതിച്ചെടുത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി. അല്ലെങ്കിൽ ഇന്ന് രാത്രി ലൈവിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നാം ഒരുമിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുമ്പോൾ ചില പൈശാചിക മണ്ഡലങ്ങൾ തകരുകയാണ്, ചില കോട്ടകൾ ഉടയുകയാണ്, ചില കുടുംബങ്ങൾ വിടുവിക്കപ്പെടുക, ചില പൈശാചിക മണ്ഡലങ്ങൾ തകർന്നു വീഴുകയാണ്. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച് കർത്താവിനെ മകൾക്ക് കൊടുത്താണ്. ഹല്ലേലൂയ. നന്ദി പറയുന്ന ഒരു ജീവിത രീതി, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയത്തെ നിരന്തരമായ സന്തോഷത്തിലേക്ക്, ഹല്ലേലൂയ ആമേൻ ഉയർച്ചയിലേക്ക്, ആനന്ദത്തിലേക്ക് ആമേൻ കൊണ്ടുവരുവാൻ തക്കവണ്ണമിടയായി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആമേൻ ഒരു അത്ഭുതകരമായ ദൈവപ്രവൃത്തി കാണുവാൻ ഹല്ലേലൂയ ദൈവം സൃഷ്ടിക്കും. ഹല്ലേലൂയ ആമേൻ. ഈ അന്തരീക്ഷം ഹല്ലേലൂയ നിങ്ങളിലൂടെ ആമേൻ നിങ്ങളുടെ അയൽപക്കങ്ങളിലേക്ക്, ഹല്ലേലൂയ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നവരിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതെ, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും ഹല്ലേലൂയ ദൈവത്തിന് നൽകുവാൻ കഴിയും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ ആ കരമടിച്ച് കർത്താവിനെ മകത്വം കൊടുക്കാം. കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മുടെ തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശം മാറിയാൽ, ഭൂമി മാറിയാൽ മാറാത്ത ദൈവവചനം, ഹല്ലേലൂയ. സ്നേഹിത, പാപിയായ നിന്നെ സ്നേഹിച്ച ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ഹല്ലേലൂയ ആമേൻ. അവസാന തുള്ളി രക്തം വരെയും കാൽവരിയിൽ ഒഴുക്കി നിന്നെ വിലയ്ക്കുവാൻ, അതോർത്ത് നീ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഈ സത്യം ഇന്ന് വരെ അറിയാത്തൊരു വ്യക്തിയെ താങ്കളെങ്കിൽ താങ്കൾക്ക് വേണ്ടിയാ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. യേശു ആമേൻ ആ കാൽവരിയിൽ രണ്ട് കള്ളന്മാരുടെ മധ്യേ ആ ക്രൂശിൽ യാഗമായി തീർന്നത് താങ്കൾക്ക് നിത്യ ജീവൻ നൽകുവാനാണ്, നിത്യത താങ്കൾ പ്രാപിക്കുവാനാണ്. സഹോദര സഹോദരി, കുഞ്ഞെ മാതാവേ, ജീവിതത്തിന്റെ മുമ്പിൽ കൈപ്പേറിയ അനുഭവങ്ങളെ മാധുര്യമുള്ളതാക്കി മാറ്റുവാൻ ഒരുവനെ അതേ ഉള്ളൂ. അത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സൃഷ്ടാവാം ദൈവമാണ്. ആ ദൈവത്തെ വെളിപ്പെടുത്തുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. നീതിമാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാത്രി അവിടുത്തെ വചനം തേനിനെക്കാട്ടും തെങ്കട്ടയെക്കാട്ടും മാധുര്യമുള്ളതാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ സ്വീകരിക്കുവാൻ, ഹല്ലേലൂയ, ക്ഷമയോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, ഹല്ലേലൂയ, എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായി ദൈവത്തെ ആരാധിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തിയിൽ വലിയവനായ ദൈവത്തിന്റെ കരം ഞങ്ങളോട് മക്കൾ കൂടെ ഇരിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രക്ഷ എന്തെന്നറിയാതെ, ഈ സന്തോഷം എന്തെന്നറിയാതെ, ഈ ആനന്ദം എന്തെന്നറിയാതെ ഈ ലോകത്തിന്റെ കുരുക്കുകളിൽ അകപ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന ചില യൗവനക്കാർ ഇന്ന് രാത്രി യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആ സഹായിച്ച, ശക്തീകരിച്ച, ബലപ്പെടുത്തിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശു ദൈവഇഷ്ടം. ഹല്ലേലൂയ. അതേ മനസ്സിലാക്കി ജീവിപ്പാൻ രാത്രി സമർപ്പിച്ചു. എല്ലാവരും ഒരിക്കൽ കൂടെ അംഗീകരിക്കുക. രോഗികളായിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകണം. പാപികൾ മനം പിന്മാറ്റക്കാർ മടങ്ങി വരണം. വിദ്യാഭ്യാസ മേഖലയിൽ, ജോലി മേഖലയിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്ന, പീഡകൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ട യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കും, സമാധാനം പ്രാപിക്കും, സൗഖ്യം പ്രാപിക്കും. ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, അങ്ങനെ വിവിധമാകുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടുന്നവരുണ്ട്. സകല ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ പറഞ്ഞാൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമസ്ത വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഈ പ്രാർത്ഥന ആമേൻ ഗ്രൂപ്പിനകത്ത്, ഹല്ലേലൂയ, അതേ പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ആമേൻ അത് പങ്കാളിത്തം വഹിക്കുകയും പ്രാർത്ഥന റിക്വസ്റ്റുകൾ അറിയിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക.
ഈ കൂട്ടായ്മയോട് പങ്കാളിത്തം കാണിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ്. രാത്രി അടിയിൽ വിശ്രമിക്കുമ്പോൾ തിരുസാന്നിധ്യം കൂടി ആരോഗ്യത്തോടെ ബലത്തോടെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്നവരും എഴുന്നേറ്റ മഹത്വം നൽകുവാൻ എല്ലാവരും സഹായിക്കും. കർത്താവേ, ജോലി മേഖലയിലുള്ള ഭാരങ്ങൾ, കുടുംബ ജീവിതത്തിനകത്തുള്ള എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളും നീ ശത്രുവിന്റെ എല്ലാ പദ്ധതികളും നിർവീര്യമായി രാത്രി തലമുറകളില്ലാത്തവർക്ക് തലമുറകളെ കൊടുക്കണമേ. സമാധാനവും സന്തോഷവും വർദ്ധിപ്പിക്കണമേ. ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കർത്താവിന്റെ ആ സമാധാനം അനുഭവിച്ച് ജീവിക്കുക കൃപ ലഭിച്ച എല്ലാവരും സ്വർഗ്ഗമായി ഒരിക്കൽ കൂടെ താഴ്ത്തി പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. യേശുവിനെ ഇന്നുവരെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിക്കുവാൻ തയ്യാറാക്കുക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയ്ക്കുള്ള സമയം ആഗതമായിക്കൊണ്ടിരിക്കുക. ഏത് സമയത്തും സംഭവിക്കാം. വിളക്കിൽ എണ്ണയോടുകൂടെ കരുതി 5 കന്യകമാർ കാത്തിരുന്നത് പോലെ കാത്തിരിപ്പാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ട ദൈവമക്കളെ, ഈ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കാളിത്തം വഹിക്കുമ്പോൾ ചില പാപികൾ മാനസാന്തരം, പിന്മാറ്റക്കാർ, രോഗികൾ സൗഖ്യമാണ് ഇടയായി ഇരത്തക്ക കൂട്ടായ്മയോട് പങ്കാളിത്തം വഹിക്കുമ്പോൾ ഷെയർ ചെയ്ത് എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യുവാനുണ്ടെങ്കിൽ 9744703489 നമ്പറിൽ അറിയിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യൂട്യൂബില് സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ യൗവനക്കാരികൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ വർഷത്തും പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് പ്രത്യാശയുള്ളവരായി, സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി ജീവിക്കുവാൻ ഉതകത്തക്ക വിധത്തിൽ ദൈവം ആമേൻ തന്റെ മക്കളിലൂടെ അനേക കാര്യങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ അതേ ഇടവിടാതെ 24 മണിക്കൂർ എന്നതുപോലെ ദൈവവചനങ്ങൾ ശുശ്രൂഷിക്കുന്നു. ആമേൻ അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ, ദൈവദാസിമാർ എല്ലാവരും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ ആമേൻ ആരാധനയും തത്സമയ പ്രാർത്ഥനയും നടക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ശേഷം 10:30 വരെ ഉള്ള സമയത്ത് ആമേൻ സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് ഐഡിയിലൂടെ ദൈവവചനം ശുശ്രൂഷിക്കുന്നു. കൂടാതെ ബൈബിൾ ക്ലാസുകളൊക്കെ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. നമ്മൾ ഒരു ഫാമിലിയാണ്. കർത്താവ് വരുന്നത് വരെ ശിഷ്ടായുസ് കർത്താവിന്റെ നാമമഹത്വത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ആരാധിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ശുഭരാത്രി.